എറണാകുളം ജില്ല ഇനി അതിദാരിദ്ര്യമുക്ത ജില്ല. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എറണാകുളം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. വിവിധ കർമ്മ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി. ഏലൂരിൽ നടന്ന ചടങ്ങിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. എറണാകുളം ജില്ലയെ അതിദാരിദ്ര്യ മുക്ത ജില്ലയായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയെ അതിദാരിദ്ര്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ മന്ത്രിമാരായിട്ട് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലെ ഒരു തീരുമാനമാണ് കേരളം അതിദാരിദ്ര്യ വിമുക്തമാക്കണം എന്നുള്ളത്. കേരളം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ്. എന്നാൽ അവരെയും അതിൽ നിന്ന് വിമോചിപ്പിക്കണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം അതിദരിദ്രരെ ലിസ്റ്റ് ചെയ്തു. നമ്മളെല്ലാം അതിന്റെ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രമാണ്. ആ മാനദണ്ഡം അനുസരിച്ച് അവർ ലിസ്റ്റ് ചെയ്തു. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ തയ്യാറാക്കി എങ്ങനെ അവരെ അതിദാരിദ്ര്യ വിമുക്തി നേടിക്കാം. ചിലർക്ക് ഷെൽട്ടർ ആയിരിക്കും, ചിലർക്ക് തൊഴിലായിരിക്കും, ചിലർക്ക് ഭക്ഷണം കൃത്യമായിട്ട് ലഭിക്കുന്ന പ്രശ്നമായിരിക്കാം, വീടിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഓരോ മൈക്രോ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ കൂടി പിന്തുണയോടുകൂടി നടത്തിയ പ്രവർത്തനമാണ് ഇപ്പോ വിജയം കൈവരിച്ചിട്ടുള്ളത്. വിവിധ കർമ്മ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാരിന് സാധിച്ചുവെന്നും അതിനായി ക്ഷേമ പെൻഷൻ വർധനവ്, വേതന വർധനവ്, സ്ത്രീകൾക്കുള്ള പ്രത്യേക സഹായം ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ സർക്കാർ പ്രാവർത്തികമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ആദരിച്ചു. ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി മൈക്രോ പ്ലാനിംഗ് തയ്യാറാക്കിയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ടു പോയത്. പ്രധാനമായും ഭക്ഷണം, ആരോഗ്യം, വരുമാനം, പാർപ്പിടം എന്നിവ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തനം നടത്തിയത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാനുള്ള വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ അത് പരിപൂർണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കുന്ന വേളയിലാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. അവർക്ക് സ്ഥലം ലഭ്യമാക്കി, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി, അവർക്ക് അർഹതപ്പെട്ട മറ്റ് അവകാശങ്ങൾ ലഭ്യമാക്കി, അങ്ങനെ നിരവധിയായ തലങ്ങളിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ പരിശ്രമങ്ങൾ, അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിവിധ വകുപ്പുകളും ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എസ് ശ്യാമലക്ഷ്മി, ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി എച്ച് ഷൈൻ, ഏലൂർ നഗരസഭാ അധ്യക്ഷൻ എ ഡി സുജിൽ, കൌൺസിലർ അംബിക ചന്ദ്രൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജി ഉല്ലാസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിധു എ മേനോൻ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഏണസ്റ്റ് സി തോമസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ കെ സുബ്രഹ്മണ്യൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന, നഗരസഭാ സെക്രട്ടറി സുജിത് കരുൺ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിർമ്മാർജ്ജന പദ്ധതി എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയതിന്റെ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ സർവേ പ്രകാരം എറണാകുളം ജില്ലയിൽ 5650 അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയിരുന്നു. അതിൽ നിന്നും അനർഹരെ ഒഴിവാക്കി 5252 കുടുംബങ്ങളാണ് നമുക്ക് ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇത് കൊച്ചി കോർപ്പറേഷനിൽ 435, 13 നഗരസഭകളായിട്ട് 766, 82 ഗ്രാമപഞ്ചായത്തുകളായിട്ട് 4051 കുടുംബങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.